വെൽക്കം ഓൾ. നമ്മളുടെ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് കോളംസ് ഓർ സ്ട്രട്സ് ആണ്. അപ്പോൾ കോളംസ് ഓർ സ്ട്രട്സ് എന്താണ്? കോളംസ് എന്താണ്? സ്ട്രട്സ്. അപ്പോൾ ഇറ്റ്സ് എ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്ട്രക്ചർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്. അതായത് കോളംസ് ആണെങ്കിലും സ്ട്രക്റ്റ് ആണെങ്കിലും നമ്മൾ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെമ്പർ, കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുന്ന ഒരു മെമ്പർ, ഒരു സ്ട്രക്ചറിലെ ഒരു മെമ്പറാണ് ആക്ച്വലി കോളം ഓർ സ്ട്രട്സ് എന്ന് പറയുന്നത്. ദെൻ ഈ കോളം സ്ട്രക്റ്റും ശരിക്കും വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ വെർട്ടിക്കൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മെമ്പർ ഇറ്റ്സ് എ വെർട്ടിക്കൽ, ഇഫ് ദ മെമ്പർ ഈസ് വെർട്ടിക്കൽ ആൻഡ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ് ഓർ റിജിഡ്ലി ഫിക്സഡ്, ഏതെങ്കിലും രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെർട്ടിക്കൽ മെമ്പർ ആണ് എങ്കിൽ ഇറ്റ്സ് കോൾഡ് കോളം. ഓക്കെ, ദെൻ if the member is not vertical and one or both of its ends are hinged or pinned, the bar is known as strut. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെയിലിയർ ഓഫ് കോളം. അപ്പോൾ കോളം ഫെയിലിയർ നമുക്ക് 3 രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് വരുന്നത് ഡയറക്റ്റ് സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യുമ്പോൾ, ദെൻ ബക്ലിംഗ് സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യുമ്പോൾ, ദെൻ കമ്പൈൻഡ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്. ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഫെയിലിയർ സംഭവിക്കാം. ഈ 3 രീതിയിലുള്ള ഫെയിലിയറും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് നമുക്ക് കോളംസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് കോളം, ലോങ് കോളം. ഷോർട്ട് കോളം എന്ന് പറയുന്നത് നോർമൽ ചെറിയൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻസും ലെങ്ത്തും കമ്പയറബിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഷോർട്ട് കോളംസ്, ഇറ്റ്സ് കോൾഡ് ഷോർട്ട് കോളംസ്. ഇനി ഇഫ് ദ കോളം മെമ്പർ നമ്മൾ ലെങ്ത്ത് ലാറ്ററൽ ഡയമെൻഷൻസിനെ വെച്ചിട്ട് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോളംസിനെ നമ്മൾ പറയുന്നതാണ് ലോങ് കോളം. അതായത് ഈ കോളം ഈസ് നോൺ ആസ് ലോങ് കോളം ഇഫ് ദ ലെങ്ത് ഓഫ് ദ കോളം ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് ലാറ്ററൽ ഡയമെൻഷൻസ് ഈസ് വെരി ലാർജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് കോളംസ് ആണ് പറയാം. കോളംസിനെ നമ്മൾ ഷോർട്ട് കോളം, ലോങ് കോളംസ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് കോളംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് കോളം വരുമ്പോൾ നമുക്ക് ഫെയിലിയർ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ ക്രഷിങ്ങോ അല്ലെങ്കിൽ ബക്ലിങ്ങോ സംഭവിക്കുമ്പോഴാണ് ഒരു കോളം ഫെയിലിയർ ആവുന്നത്. ക്രഷിങ് ഓർ ബക്ലിംഗ്. ക്രഷിങ് ഓർ ബക്ലിംഗ് ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമ്മുടെ കോളം ഫെയിലിയർ ആവും. അപ്പോൾ ഷോർട്ട് കോളംസിൽ നമുക്ക് ബക്ലിംഗ് എന്ന് പറയുന്നത് ബെൻഡിങ് വരുന്നതാണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു കോളം ഉണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, കംപ്രസീവ് ലോഡ് പി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ബെൻഡിങ് സംഭവിക്കാം. ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബീമിന്, കോളംസിന്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഫെയിലിയർ ആണ് ആക്ച്വലി ബക്ലിംഗ് എന്ന് പറയുന്നത്. ക്രഷിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് കംപ്ലീറ്റ്, അതായത് ഷോർട്ട് ചെറിയൊരു ഇതിലായിരിക്കും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ക്രഷ് ചെയ്ത് പോകും. സോ അത്തരത്തിലുള്ള ഫെയിലിയറിനാണ് ക്രഷിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് കോളംസ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ക്രഷിംഗ് ഫെയിലിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അവിടുത്തെ ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത് ആണ് നമ്മൾ ആ ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോഡാണ് ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് ഏതാണോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ലോഡ് എത്രയാണോ പി, ദെൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ സി ഈക്വൽ ടു പി സി ഡിവൈഡഡ് ബൈ എ. ഇതാണ് അവിടുത്തെ crushing stress is equal to sigma c is equal to pc by a. This is for short columns. Then long columns വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് രണ്ടും എടുക്കാൻ പറ്റും. അതായത് കമ്പൈൻഡ് ഡയറക്റ്റ് സ്ട്രെസ്സസ് ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്സസ് ആണ് അവിടെ വരുന്നത്. ബട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഡയറക്റ്റ് സ്ട്രെസ്സസ് വളരെ കുറവും ബക്ലിംഗ് സ്ട്രെസ്സസ് വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ
വളരെ ചെറിയൊരു വാല്യൂ മാത്രമേ അവിടെ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടാവുള്ളൂ ലോങ് കോളംസ് വരുന്ന സമയത്ത്. സോ അപ്പോൾ അങ്ങനെയുള്ള ഫെയിലിയറിൽ നമ്മൾ എന്തുമാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, ബക്ലിംഗ് സ്ട്രെസ്സസ്. അതായത് ലോങ് കോളംസിന് നമുക്ക് ബക്ലിംഗ് സ്ട്രെസ്സസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കൺസിഡർ ചെയ്യാറുള്ളൂ. ഇത്രയാണ് ഫെയിലിയർ ഓഫ് കോളംസ് വരുന്നത്. നമ്മളുടെ ബക്ലിംഗ് സ്ട്രെസ് സിഗ്മ O equal to P into E divided by Z. Z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസും E എന്ന് പറയുന്നത് സെൻട്രൽ ഡിഫ്ലക്ഷൻ ആണ്. മാക്സിമം ബെൻഡിങ് ഓഫ് ദ കോളം അറ്റ് ദി സെന്റർ. ദാറ്റ് ഈസ് E എന്ന് പറയുന്നത്. Z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആൻഡ് P ഈസ് ദ ലോഡ്. ഇതാണ് ബക്ലിംഗ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് അസംഷൻസ് മെയ്ഡ് ഇൻ ദി Euler's equation. Assumptions made in the Euler's column theory. നമുക്കിവിടെ 7 അസംഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് കോളം ഈസ് ഇനീഷ്യലി perfectly straight and the column is applied, the load is applied axially. വരുന്നത് initially straight. The column is initially straight and the load is applied axially. Second assumption, the cross section of the column is uniform throughout its length. Cross section uniform ആയിരിക്കും throughout its length. Then third assumption, the column material is perfectly elastic, homogeneous, isotropic and obeys Hooke's law. ഇതൊക്കെ നമ്മൾ നേരത്തെ ബാക്കിയുള്ള ടോർഷനിലൊക്കെ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല. ഈ 3 കേസിലും അതേ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇനി എവിടെ നിന്നോട്ടുള്ളത്, 4th മുതലാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വരുന്നത് ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് ലാറ്ററൽ ഡയമെൻഷൻസ്. എന്നാൽ മാത്രമേ നമ്മൾ കോളം എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത് കൂടുതലും ക്രോസ് സെക്ഷൻ ലോങ് കോളംസും ബേസ് ചെയ്തിട്ടാണ് ശരിക്കും യൂളേഴ്സ് തിയറി പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ലെങ്ത് ലാറ്ററൽ ഡയമെൻഷൻസുമായിട്ട് വളരെ കൂടുതലായിരിക്കണം. ദെൻ ഫിഫ്ത്ത് അസംഷൻ ഈസ് ദ ഡയറക്റ്റ് സ്ട്രെസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദി ബെൻഡിങ് സ്ട്രെസ്. ദെൻ സിക്സ്ത് അസംഷൻ, കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് അലോൺ. ലോങ് കോളംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ബക്ലിംഗ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് അസംഷൻ ഈസ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. അപ്പോൾ ഇത്രയും അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു യൂളേഴ്സ് തിയറി ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അതിന് നമുക്ക് എൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 4 എൻഡ് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്. Then second assumption is one end fixed and other end free. And third condition is both ends are fixed. And last case is one end fixed and other is free is not free, other is hinged. ഇതാണ് 4 എൻഡ് കണ്ടീഷൻസ് വരുന്നത്. ഈ എൻഡ് കണ്ടീഷൻസ് ആണ് ഇനി നമുക്ക് യൂളേഴ്സ് തിയറി വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. Then expressions for crippling or buckling load when both ends are hinged. ഇതിന് നമുക്കൊരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്, സൈൻ കൺവെൻഷൻ ഓഫ് ഡിഫ്ലക്ഷൻ. ഇവിടെ നമുക്ക് ഒരു മൊമെന്റ് വിച്ച് വിൽ ബെൻഡ് ദ കോളം വിത്ത് ഇറ്റ്സ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ഇറ്റ്സ് ഇനീഷ്യൽ സെൻട്രൽ ലൈൻ. അതായത് ഈ ഇനീഷ്യൽ സെൻട്രൽ ലൈനിൽ നിന്ന് കോൺവെക്സിറ്റി ആയിട്ട് ആണ് ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും, എ മൊമെന്റ് വിച്ച് വിൽ ടെൻഡ് ടു ബെൻഡ് ദ കോളം
with its concavity towards its initial central ലൈനിലേക്ക് കോൺകേവിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടേക്കൺ എസ് നെഗറ്റീവ്. നമ്മൾ പഠിക്കാനുള്ള ഇത് പറയാൻ കാരണം നമുക്ക് എല്ലാ 4 കേസിലും നമുക്ക് ഇതിൻ്റെ കുറിച്ചിട്ട് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇത് സിംപ്ലി നമ്മൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ചെയ്തിരുന്ന പോലെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലോഡ് പി എന്ന് പറയുന്നത് ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബക്ലിംഗ് വരാവുന്നത് ഇങ്ങനെയാണ് ബക്ലിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രിപ്ലിംഗ് ലോഡ്, ബക്ലിംഗ് ഓർ ക്രിപ്ലിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് സമയത്ത് ഈ രണ്ട് നെയിമിങ്ങൾ നമുക്ക് പറയാനുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിപ്ലിംഗ് ലോഡിനെ തന്നെ പറയുന്നത് ക്രിട്ടിക്കൽ ജസ്റ്റ് എന്നും പറയാറുണ്ട്. ക്രിട്ടിക്കൽ ജസ്റ്റ്, ക്രിപ്ലിംഗ് ലോഡ് അല്ല അതുപോലെ ബക്ലിംഗ് ലോഡ്, ഇതെല്ലാം എന്താണ്, എല്ലാം സെയിം ആണ്. സോ ഇവിടെ നമ്മൾ ഒരു കോളം കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ആണ്. ദെൻ രണ്ട് എൻഡിലും നമുക്ക് ലോഡ് പി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു സെക്ഷൻ എടുക്കുകയാണ്. ദെൻ ആ സെക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ വൈ ആണ്. സോ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ y ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അല്ല മൊമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ദെൻ ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കോൺകേവിറ്റി ആയതുകൊണ്ട് എന്തായിരിക്കും, മൈനസ് പി വൈ ആയിരിക്കും. സോ മൈനസ് പി വൈ ആയിരിക്കും എന്ത് ഇവിടുത്തെ മൊമെന്റ് എം എക്സ് ഈക്വൽ ടു മൈനസ് പി വൈ ആയിരിക്കും. സോ ഇതേ എം എക്സ് തന്നെയാണ് എന്ത്, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. സോ ഇത് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനെന്ത് ചെയ്യാം, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു 0 ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ദെൻ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് സൊല്യൂഷൻ നോക്കാം. എന്താണ്, ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എ വൈ ഈക്വൽ ടു 0 എന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഫോർ ദാറ്റ് ഡിവൈഡിങ് ബൈ ഇ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡി സ്ക്വയർ y by dx square plus p by ei into y equal to 0. So solution of equation 2. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഫോം ആണ്. ഈ ഡിഫറൻഷ്യൽ ഫോമിനെ നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഈ പി ബൈ ഇ ഐനെ നമുക്ക് എപ്പോഴും നമുക്ക് വളരെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മളതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ആൽഫ ഈക്വൽ ടു റൂട്ട് പി ബൈ ഇ ഐ എന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈക്വൽ ടു 0 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് പി ബൈ ഇ ഐ ആണ്. ദെൻ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻ y ഈക്വൽ ടു ഇതിന് വരുമ്പോൾ C1 കോസ് ആൽഫ എക്സ് പ്ലസ് C2 സൈൻ ആൽഫ എക്സ്. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y ഈക്വൽ ടു C1 കോസ് ആൽഫ എക്സ് പ്ലസ് C2 സൈൻ ആൽഫ എക്സ്. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. ദെൻ ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ആവുന്ന സമയത്ത്, ഇവിടെ ഹിഞ്ച്ഡ് കേസിൽ നമ്മളുടെ എൻഡ് കണ്ടീഷൻസ് ഈ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഈ പൊസിഷനിൽ എന്തായിരിക്കും, നമുക്ക് y ഈക്വൽ ടു ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. കാരണം എന്താണ്, ഈ പോയിന്റ് ഫിക്സ്ഡ്, ഇത് മൂവ് ചെയ്യില്ല. സോ അവിടെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ബട്ട് എന്താണ്,
സ്ലോപ്പ് 0 ആവില്ല. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് 0 ആവുന്ന കണ്ടീഷൻസ് മാത്രം നമുക്ക് നോക്കാം. എന്താണ്, അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 0 ഇവിടെ എന്തായിരിക്കും, ഈ പോയിന്റിൽ y ഈക്വൽ ടു 0 ആയിരിക്കും, ഈ പോയിന്റിൽ എന്തായിരിക്കും y ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 0, എക്സ് ഇസ് ഇക്വൽ ടു 0, ഈ എക്സ് ഇവിടെ 0 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു എൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇത് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തും അല്ലേ. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു എൽ ആണെങ്കിൽ എൽ ആവുമ്പോഴും എന്താണ് y ഈക്വൽ ടു 0. സോ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. സോ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 0, y ഈക്വൽ ടു 0, ദെൻ 0 ഈക്വൽ ടു c1 കോസ് 0 എന്ന് വരും. കോസ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ c1 ഇൻറ്റു 1 പ്ലസ് c2 ഇൻറ്റു സൈൻ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് c1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ c1 ഈക്വൽ ടു 0 കിട്ടി. ദെൻ അടുത്ത കണ്ടീഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ, y ഈക്വൽ ടു 0 ആണ്. Then again ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ at x is equal y equal to 0 equal to c1 cos alpha l plus c2 sin alpha l. ഈ c1 വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്, 0 ആണ്. സോ ഈ കംപ്ലീറ്റ് ടൈം എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ കംപ്ലീറ്റ് ടൈം 0 ആയിരിക്കും, കാരണം c1 എന്ന് പറയുന്നത് 0 ഇൻറ്റു കോസ് ആൽഫ എൽ പ്ലസ് c2 സൈൻ ആൽഫ എൽ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ടേം 0 ആയി പോയി. നമുക്ക് പറയാം c2 സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0. ഇനി ഇവിടെ c2 ഇങ്ങനെയാണ് കണ്ടീഷൻ വരിക, either c2 or sin alpha l will be equal to 0 ആണെങ്കിൽ മാത്രം എന്താണ്, നമുക്കിവിടെ 0 കിട്ടും. ബട്ട് c2 will not be equal to 0. എന്താ കാരണം, ഓൾറെഡി c1 ഇവിടെ 0 ആണ്. സോ സൊല്യൂഷൻ എന്തായിരിക്കും, c2 കൂടി 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് കോൺസ്റ്റൻസിൽ തന്നെ, അതായത് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കംപ്ലീറ്റ് ടേം 0 ആയിട്ട് വരും. സോ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. സോ c2 വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0. സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതാണ് സൈൻ 0, സൈൻ പൈ, സൈൻ 2π, ഇതെല്ലാം എന്താണ്, 0 വാല്യൂസ് ആണ്. സോ നമുക്ക് ഇങ്ങനെ എടുക്കാം, ആൽഫ എൽ ഈക്വൽ ടു 0, പൈ, 2π എക്സെട്ര. ദെൻ ആൽഫ എൽ എന്ന് പറയുന്നത് എത്രയാണ്, ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് പി ബൈ ഇ ഐ ഇൻറ്റു ആർ എൽ ഈക്വൽ ടു ടേക്ക് ലീസ്റ്റ് പോസിബിൾ വാല്യൂ. 0 നമ്മൾ എടുക്കില്ല, കാരണം അവിടെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് അതല്ല, 0 അല്ല, അവിടുത്തെ ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ നമ്മൾ എടുക്കുക. ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ. ദെൻ ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ that is pi. 0 അല്ലാതെ അടുത്ത പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ ആണ്. സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. ദെൻ ഇതിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ ഇ ഐ ഇൻറ്റു എൽ സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ. ദെൻ പി ഈസ് ദി ക്രിപ്ലിംഗ് ലോഡ് ഓർ ബക്ലിംഗ് ലോഡ്, പി ബി എങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷനിൽ വരുന്ന ക്രിപ്ലിംഗ് ലോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. നെക്സ്റ്റ് കണ്ടീഷൻ, എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ഓർ ബക്ലിംഗ് ലോഡ് വെൻ one end fixed and other end is free. ഓക്കെ, ഇപ്പോൾ one end ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ ആകുമ്പോൾ എന്താണ്, ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് ടുവേർഡ്സ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ആണ് വരുന്നത്. സോ കോൺവെക്സിറ്റി വരുന്ന സമയത്ത് ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ നമുക്കിവിടെ മൊമെന്റ് കണ്ടുപിടിക്കണം. നമ്മളുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ വെച്ചാൽ എക്സ് ഡിസ്റ്റൻസിൽ നമ്മളൊരു ഒരു സെക്ഷൻ നമ്മൾ എടുത്തു. പിന്നെ ആ സെക്ഷനിൽ ഉണ്ടാകുന്ന ആ സമയത്തുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ആണ്.
ദെൻ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എ. ദെൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് പി, അതിന്റെ ടോട്ടൽ ലെങ്ത് എൽ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം എക്സ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഡിസ്റ്റൻസ് വരിക. കാരണം ഈ പോയിന്റ് എന്നല്ല, നമ്മൾ എക്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇതുവരെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എന്ത് വരും? ടോട്ടൽ ഡിസ്റ്റൻസ് എ ആണ് മൈനസ് വൈ. എ മൈനസ് വൈ അല്ലേ? ഇത് ഈ ഡിസ്റ്റൻസ് വൈ ആണ്. ദെൻ ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ മൈനസ് വൈ ആയിരിക്കും. അപ്പോൾ പി ഇൻറ്റു എ മൈനസ് വൈ. ഇവിടെ മൈനസ് കൊടുക്കണോ പ്ലസ് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ദിസ് ഈസ് കോൺവെക്സിറ്റി. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ. സോ നമുക്ക് പ്ലസ് സൈൻ എടുക്കേണ്ട, പ്ലസ് സൈൻ മാത്രം എടുത്താൽ മതി, മൈനസ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദെൻ ഇത് നമ്മൾ ഇനി നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. എന്താണ്? ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഈക്വൽ ടു പി എ മൈനസ് പി വൈ. ഇതിനെ ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്തു. ദെൻ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു പി എ. Then divided by EI, we will get d square y by dx square plus p by EI into y equal to p by EI into a. This is the form of d square y by dx square plus a y plus എ കോൺസ്റ്റന്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ഇൻറ്റു എ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. y ഈക്വൽ ടു C1 കോസ്, ഇതിന് മുൻപ് നമുക്ക് ഇതിനെ ചെറുതാക്കി എഴുതാം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈക്വൽ ടു ആൽഫ സ്ക്വയർ എ. ദെൻ സൊല്യൂഷൻ equal to എന്താണ്? ഡി വൈ ഈക്വൽ ടു C1 കോസ് ആൽഫ എൽ പ്ലസ് ആൽഫ എക്സ് പ്ലസ് C2 സൈൻ ആൽഫ എക്സ് പ്ലസ് എ. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. ദെൻ നമുക്ക് ഇവിടെ ഫിക്സഡ് ആണ്. ഫിക്സഡ് ആയതുകൊണ്ട് എന്താണ്? ഈ എൻഡിൽ y ഈക്വൽ ടു 0 ആയിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഫിക്സഡ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഈ ഫിക്സഡ് പോയിന്റിൽ ഡിഫ്ലക്ഷനും സ്ലോപ്പ് 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ കണ്ടീഷൻസ് നമുക്ക് എടുക്കാം. എന്താണ്? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 0 ഈക്വൽ ടു C1 കോസ് 0 പ്ലസ് C2 സൈൻ 0 പ്ലസ് എ. C2 സൈൻ 0 എന്ന് പറയുമ്പോൾ ഇത് 0 ആയി പോയി. ഇത് C1 ഈക്വൽ C1 പ്ലസ് എ എന്ന് വരും. C1 പ്ലസ് എ ഈക്വൽ ടു 0. ദെൻ C1 ഈക്വൽ ടു മൈനസ് എ. ഇതാണ് ഒരു കണ്ടീഷൻ വരുന്നത്. ദെൻ അടുത്ത കണ്ടീഷൻ വരുമ്പോൾ എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 0 ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തെങ്കിലും C1 ഇൻറ്റു -1 സൈൻ ആൽഫ എക്സ് ഇൻറ്റു എന്തൊരു ആൽഫ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് C2 കോസ് ആൽഫ എക്സ് ഇൻറ്റു ആൽഫ. ഇങ്ങനെയായിരിക്കും നമുക്ക് സൊല്യൂഷൻ വരിക. ദെൻ ഇതിൽ നമുക്ക് ഈ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് 0 ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ഈക്വൽ ടു
minus C1 into sin 0 into alpha plus C2 cos 0 into alpha. Then sin 0 എന്ന് പറയുന്നത് 0 ആയി, സോ ഈ കംപ്ലീറ്റ് ടേം 0 ആയി പോകും. Then C2 cos 0 into alpha equal to 0 ആയിട്ടും. Then cos 0 എന്ന് പറയുന്നത് 1 ആണ്. Then C2 into alpha equal to 0. Then alpha എന്ന് പറയുന്നത് എന്താണ്? Alpha is the root P by EI. So C2 root P by EI equal to 0. Then either C2 equal to 0 or root P by EI equal to 0 വരണം. So എന്ത് വരും? റൂട്ട് പി ബൈ ഇ ഈക്വൽ ടു ഏതെങ്കിലും ഒരു കേസ് നമുക്ക് 0 ആയി വരണം. ബട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ക്രിപ്ലിംഗ് ലോഡ് നമുക്ക് ഈ ക്രിപ്ലിംഗ് ലോഡ് ഒരിക്കലും എന്തായാലും ഇത് either C2 equal to 0 or root P by EI equal to 0 ആവണം. But root P by EI always not equal to 0 ആയിരിക്കും. So C2 equal to 0 ആയിരിക്കും. Then നമ്മളുടെ സൊല്യൂഷനിൽ എന്ത് വരും? y equal to എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുക്കാം. y equal to C1 എന്ന് പറയുന്നത് മൈനസ് എ കോസ് ആൽഫ എക്സ് പ്ലസ് C2 എന്ന് പറയുന്നത് 0 ഇൻറ്റു സൈൻ ആൽഫ എക്സ് പ്ലസ് എ. സോ y ഈക്വൽ ടു മൈനസ് എ കോസ് ആൽഫ എക്സ് പ്ലസ് എ എന്ന് വരും. ദെൻ നമുക്കിതിനെ ഒന്ന് അടുത്ത കണ്ടീഷൻസ് അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ, അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ y നമുക്ക് അറിയുന്നുണ്ട് അല്ലേ? അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ y ഈക്വൽ ടു എ അല്ലേ? അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ ആകുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. സോ നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കാം. സോ റൈറ്റ് എ ഈക്വൽ ടു മൈനസ് എ കോസ് ആൽഫ എൽ പ്ലസ് എ. സോ എയും എയും എന്ത് ചെയ്തു? 0 ആയി പോവും. സോ 0 ഈക്വൽ ടു മൈനസ് എ കോസ് ആൽഫ എൽ. നമ്മൾ നേരത്തെ കണ്ടീഷൻ പോലെ ഒന്നുകിൽ എ 0 ആവണം, അല്ലെങ്കിൽ കോസ് ആൽഫ എൽ 0 ആവണം. അപ്പോൾ ഇവിടെ എന്തോ ഇല്ല, എ ഒരിക്കലും 0 ആവില്ല. കാരണം എന്താണ്? അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. സോ എ നോട്ട് ഈക്വൽ ടു 0. സോ എന്ത് വരും? കോസ് ആൽഫ എൽ ഈക്വൽ ടു 0. കോസ് ആൽഫ എൽ ഈക്വൽ ടു 0 വരും. ദെൻ കോസ് ആൽഫ എൽ 0 വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കോസ് പൈ ബൈ 2, ദെൻ കോസ് 3 പൈ ബൈ 2, കോസ് 3 പൈ ബൈ 2 എക്സെട്ര ആണ് വരിക. സോ നമുക്കെന്ത് പറയാം? ആൽഫ എൽ ഈക്വൽ ടു പൈ ബൈ 2. ലീസ്റ്റ് പോസിബിൾ വാല്യൂ നമ്മൾ എടുക്കുക. ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ആൽഫ എൽ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് വരും. ദെൻ ആൽഫ എന്ന് പറയുന്നത് റൂട്ട് പി ബൈ ഇ ഐ ആണ് ഇൻറ്റു എൽ ഈക്വൽ ടു പൈ ബൈ 2. സ്ക്വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 4. ഇവിടെ എൽ സ്ക്വയർ ആണ്, പൈ സ്ക്വയർ ബൈ 4 വരും. ദെൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കിട്ടും. എന്താണ് വരിക? പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡഡ് ബൈ 4 എൽ സ്ക്വയർ. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ,
expression for crippling or buckling load when both ends are fixed. Both ends are fixed ആവുന്ന സമയത്ത് ഇവിടെ ഒരു P1 ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ഇതിന് ഒരു ബെൻഡിങ് ടെൻഡൻസി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഇവിടുത്തെ എൻഡ് കണ്ടീഷൻ ഫിക്സ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, y ഈക്വൽ ടു 0യും dy/dx ഈക്വൽ ടു സ്ലോപ്പും 0 ആണ്. സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. അത് രണ്ടെങ്കിലും 0 ആയിരിക്കും. y ഈക്വൽ ടു 0, dy/dx ഈക്വൽ ടു 0. നമുക്ക് ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, 3 കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമുക്കൊരു അഡീഷണൽ ഒരു കാര്യം നമുക്ക് അറിയാനുള്ളത് വെച്ചാൽ ഫിക്സഡ് ആവുന്ന സമയത്ത് നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബെൻഡിങ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഈ ഫിക്സഡ് പൊസിഷനിൽ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു മൊമെൻറ്റ് ഓഫ് കപ്പിൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് MO. അത് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് എന്തായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ എൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊരു മൊമെൻറ്റ് ആക്ട് ചെയ്യും. ആ ഒരു മൊമെൻ്റാണ് ഇവിടുത്തെ ഒരു നമ്മൾ പഠിക്കുന്ന ഒരു അഡീഷണൽ ഒരു കാര്യം വരുന്നത്. ദാറ്റ് ഈസ് mx ഈക്വൽ ടു MO പ്ലസ് ഓർ മൈനസ്. എന്താണ്, മൈനസ് ആണ് വരിക അല്ലേ, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, -py ആയിരിക്കും, -py. അതായത് നേരത്തെ ഫസ്റ്റ് കണ്ടീഷൻ പോലെ തന്നെയാണ്. എന്താണ്, ഹിഞ്ചറിന് പകരം ഫിക്സഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ -py ആണ് ഫസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഫിക്സഡ് വരുന്നതുകൊണ്ട് എന്തുണ്ട്, ഒരു MO എന്ന് പറഞ്ഞൊരു മൊമെൻ്റ് കൂടിയും അഡീഷണൽ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന -py പ്ലസ് MO, അതാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു EI ഇൻറ്റു d²y/dx² എന്ന് വരും. ദെൻ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ EI ഇൻറ്റു d²y/dx² പ്ലസ് PY ഈക്വൽ ടു MO. ദെൻ d²y/dx² പ്ലസ് P/EI into y equal to MO/EI. Then ഇവിടെ നമുക്ക് ഈ P/E, ഇവിടെയും P/E അല്ല, ഇവിടെ P/E രണ്ടും സെയിം വാല്യൂ അല്ല വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് സെയിം വാല്യൂവിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ MO/EI ഇതിനെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ബൈ P/P. ന്യൂമറിക്കലി എന്താണ്, 1 തന്നെയാണ്. സോ നമുക്ക് P/P ചെയ്യാം. ദെൻ ഇതിനെന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. P/EI ഇൻറ്റു MO/P. അതായത് ഈ P എടുത്ത് ഇങ്ങോട്ട് ഇട്ടു, ഇത് അങ്ങോട്ട് ഇട്ടു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദെൻ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആൽഫ ആക്കുക. d²y/dx² പ്ലസ് α² y ഈക്വൽ ടു α² MO/P. ദെൻ സൊല്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും നേരത്തെ ചെയ്ത അതേ തന്നെയാണ് വരിക. y ഈക്വൽ ടു C1 cos αx പ്ലസ് C2 sin αx പ്ലസ് MO/P. ഈ ഒരു കോൺസ്റ്റന്റ് ഇവിടെ നേരത്തെ A ആയിരുന്നു, ഇവിടെ പകരം MO/P എന്നാണ് മാത്രമേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ദെൻ കണ്ടീഷൻസ്, എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അറ്റ് x is equal to 0, y equal to 0. At x is equal to 0, y equal to 0. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 0 ഈക്വൽ ടു C1 ഇൻറ്റു cos 0 എന്ന് പറയുന്നത് 1 പ്ലസ് C2 ഇൻറ്റു 0 പ്ലസ് MO/P. ദാറ്റ് ഈസ് C1 ഈക്വൽ ടു മൈനസ് MO/P വരും. Then at x is equal to 0, dy/dx equal to 0. At x is equal to 0, dy/dx is equal to 0. അപ്പോൾ നമുക്ക് dy/dx നമുക്ക് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്, ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏത് അപ്ലൈ ചെയ്താലും കിട്ടും കേട്ടോ, നിങ്ങളങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല, ഏത് അപ്ലൈ ചെയ്താലും കിട്ടും. അപ്പോൾ dy/dx equal to 0 ആണ്. അപ്പോൾ dy/dx എന്ന് പറയുന്നത് എന്താണ് ആദ്യം ചോദിക്കുന്നത്? dy/dx is equal to C1 cos alpha, C1 into minus 1 into sin alpha x into alpha plus C2
cos alpha x into alpha. ഇതായിരിക്കും നമുക്ക് dy/dx വരുന്നത്. then അത് ഈക്വൽ ടു 0 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ c1 0 ഈക്വൽ ടു c1 into sin 0 വരും. c1 sin 0 പ്ലസ് sin 0 into alpha വരുന്നുണ്ട്. അത് ആക്ച്വലി അത് 0 ആയി പോകും, കംപ്ലീറ്റ് 0. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. then next c2 into cos alpha x എന്ന് പറയുന്നത് 0 into alpha. സോ ഇവിടെ ആൽഫ c2 ഈക്വൽ ടു 0 എന്ന് വരും. then either alpha or c2 equal to 0 ആണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? √p/ei ആണ്. ei equal to 0 or c2 equal to 0 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് 0 ആവില്ല. സോ ദിസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. സോ c2 equal to 0. അപ്പോൾ നമുക്ക് c1 ഉം c2 നമുക്ക് കിട്ടി. ദെൻ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? y equal to c1 എന്ന് പറയുന്നത് മൈനസ് mo/p cos alpha x പ്ലസ് c2 എന്ന് പറയുന്നത് 0 ആയി പോയി. then mo/p. പിന്നെ നമുക്ക് അടുത്ത എൻഡ് കണ്ടീഷൻ ഏതാണ്? at x is equal to l. at x is equal to l, y equal to 0 അല്ലേ? l 0 ആകുമ്പോഴും y equal to 0 ആണ്. then ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ഈക്വൽ ടു മൈനസ് mo/p cos alpha l പ്ലസ് mo/p. ഇങ്ങനെയാണ് നമുക്ക് at x is equal to വരുമ്പോൾ വരിക. then ഇതെന്ത് ചെയ്യാം? ഇതിങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇങ്ങനെ വേണ്ട, ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ mo/p cos alpha x equal to alpha l equal to mo/p. ഇതെന്ത് വരും? ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും അല്ലേ? ഇത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് cos alpha l equal to 1. ദെൻ 1 വരുന്ന ഏതൊക്കെ കണ്ടീഷൻസ് ആണ്? cos 1 വരുന്നത് ഏതിലേക്കാണ് വരുന്നത്? cos 0, cos 2π, പിന്നെ അങ്ങനെ പോകും അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2π ആയിരിക്കും. അപ്പോൾ ആൽഫ എൽ ഈക്വൽ ടു എന്താണ്? ആൽഫ എൽ ഈക്വൽ ടു 0, 2π, 4π എക്സെട്ര. ദെൻ നമുക്ക് ഈ 2π ആണ് ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ എടുക്കുമ്പോൾ √p/ei. എന്താണ് ആൽഫ എന്ന് പറയുന്നത്? √p/ei ആണ്. √p/ei ഇൻറ്റു l ഈക്വൽ ടു 2π. ദെൻ സ്ക്വയർ ചെയ്യുമ്പോൾ p/ei ഇൻറ്റു l സ്ക്വയർ ഈക്വൽ ടു 4π². ദെൻ p ഈക്വൽ ടു 4π² ei divided by l square. This is the both ends are fixed. Next case, expression for crippling load or buckling load when one end fixed and other end is hinged. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ both ends are fixed ആയിരുന്നു. then ഇവിടെ one end fixed and other end is hinged. സോ നേരത്തെ അതേ കേസ് തന്നെയാണ് ശരിക്കും. ഇവിടെ നിങ്ങൾ ബെൻഡിങ് ഒരു മൊമെന്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് നേരത്തെ മൊമെന്റ് ഓഫ് കപ്പിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെയും എന്തിനാണ്? ഇവിടെ നമ്മളൊരു മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ദിസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന MO ഈക്വൽ ടു എന്തായിരിക്കും? MO ഈക്വൽ ടു H ഇൻറ്റു, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കുക. ഇതുവഴി ഉണ്ടാകുന്ന മൊമെന്റ് ആണ്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ടോട്ടൽ L - x ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. X ഡിസ്റ്റൻസിലേക്കുള്ള
ദാറ്റ് ഈസ് എൽ മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ എം ഒ ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ മൈനസ് എക്സ് എന്നായിരിക്കും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതേ ഒരു കാര്യം തന്നെയാണ്. എന്താണ് എം എക്സ് ഈക്വൽ ടു എന്താണ് എം ഒ പ്ലസ് എം ഒ മൈനസ് പി വൈ, എം ഒ മൈനസ് പി വൈ ആണ്. ദെൻ ഇവിടുത്തെ എം ഒ എന്ന് പറയുന്നതാണ് എച്ച് ഇൻറ്റു എൽ മൈനസ് എക്സ് മൈനസ് പി വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യാം. ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. ആക്ച്വലി നമുക്ക് പി വൈ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് റൈറ്റിലേക്ക് എടുക്കാം. ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇങ്ങനെ നമുക്ക് കിട്ടും. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ ഫോമിലേക്ക് കൊണ്ടുവരണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ ഇൻറ്റു വൈ ഈക്വൽ ടു എച്ച് ബൈ ഇ ഐ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇവിടെ നമുക്ക് പി ബൈ ഇ ഐ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈഡ് ബൈ പി ബൈ പി. then എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പി ബൈ ഇ ഐ ഇൻറ്റു എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ് ഇങ്ങനെ വരും. അതായത് ഈ എച്ച് എടുത്തിട്ട് ഈ എച്ച് ഇൻറ്റു എൽ മൈനസ് പി എക്സ് എടുത്തിട്ട് അങ്ങോട്ട് എടുത്തു, പി എടുത്ത് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ പി ബൈ ഇ ഐ ബാക്കി വരുന്നത് എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ് എന്ന് വരും. ദെൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂഷനിലെ എ എന്ന് പറയുന്നത്. നേരത്തെ സൊല്യൂഷനിലെ എ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ്. ദെൻ സൊല്യൂഷൻ y ഈക്വൽ ടു c1 cos ആൽഫ എക്സ് പ്ലസ് c2 sin ആൽഫ എക്സ് പ്ലസ് എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇങ്ങനെയായിരിക്കും സൊല്യൂഷൻ ഉണ്ടാവുക. ദെൻ എൻഡ് കണ്ടീഷൻസ്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് 3 എൻഡ് കണ്ടീഷൻസ് നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് 3 എൻഡ് കണ്ടീഷൻസ് വരിക? 3 എൻഡ് കണ്ടീഷൻസ് വരുന്നത്, ഒന്ന് ഇവിടെ അറ്റ് y ഈക്വൽ ടു 0 dy ബൈ dx ഈക്വൽ ടു 0. y 0 ആണ്, സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും ഫിക്സഡ് സപ്പോർട്ടിൽ. ഇവിടെ ആകുമ്പോൾ എന്താണ്, y മാത്രം 0 ആയിരിക്കും. അവിടെ സ്ലോപ്പ് 0 ആവില്ല, കാരണം ഹിഞ്ചഡ് സപ്പോർട്ടിൽ സ്ലോപ്പ് 0 ആവാറില്ല. ഓക്കെ, 0 വരില്ല. ദെൻ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാം അറ്റ് x ഈക്വൽ ടു 0. അറ്റ് x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 എന്ത് വരും, c1 0 ഈക്വൽ ടു c1 cos 0 പ്ലസ് c2 sin 0 പ്ലസ് h ബൈ p ഇൻറ്റു l മൈനസ് 0. l മൈനസ് 0. ദെൻ എന്ത് വരും, ഇത് c1 പ്ലസ് 0 പ്ലസ് h ബൈ p l, hl ബൈ p എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് c1 ഈക്വൽ ടു മൈനസ് hl ബൈ p. ഇതാണ് ഫസ്റ്റ് കോൺസ്റ്റന്റ് വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് അറ്റ് x ഈസ് ഈക്വൽ ടു 0 dy ബൈ dx ഈക്വൽ ടു 0. നമ്മൾ dy ബൈ dx നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. സോ dy ബൈ dx എന്ന് പറയുന്നത് dy ബൈ dx ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ c1 ഇൻറ്റു മൈനസ് 1 സൈൻ ആൽഫ എക്സ് ഇൻറ്റു ആൽഫ പ്ലസ് c2 c2 കോസ് ആൽഫ എക്സ് ഇൻറ്റു ആൽഫ പ്ലസ് എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് dy ബൈ ഡി എക്സിൽ എക്സ്പ്രഷൻ വരുമ്പോൾ എന്ത് വരും,
എച്ച് ബൈ പി വരും, മൈനസ് എച്ച് ബൈ പി വരും. ദാറ്റ് ഇസ് മൈനസ് എച്ച് ബൈ പി വരും. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇവിടെ എൽ ഇതിനെ ബ്രാക്കറ്റ് എലിമിനേറ്റ് ചെയ്യാം. എച്ച് ബൈ പി എൽ മൈനസ് എച്ച് ബൈ പി എക്സ് എന്ന് വരും. അപ്പോൾ മൈനസ് ഇത് ഫസ്റ്റ് ടേം 0 ആവും. ഈ എച്ച് ബൈ പി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈനസ് എച്ച് ബൈ പി മാത്രമാണ് അവിടെ വരിക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 ഈക്വൽ ടു C1 സൈൻ 0 എന്ന് പറയുന്നത് 0 ആയി പോകും. സൈൻ 0 ആയതുകൊണ്ട് കംപ്ലീറ്റ് ടേം 0 ആയി. C2 കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. C2 ഇൻറ്റു 1 ഇൻറ്റു ആൽഫ മൈനസ് എച്ച് ബൈ പി. ദെൻ C2 ആൽഫ ഈക്വൽ ടു പ്ലസ് എച്ച് ബൈ പി വരും. എച്ച് ബൈ പി എന്ന് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് C2 ആണ്. C2 ഈക്വൽ ടു എച്ച് ബൈ പി ആൽഫ എന്ന് വരും. എച്ച് ബൈ പി ആൽഫ എന്ന് തന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ എഴുതിയിട്ടാൽ മതി. കാരണം വലിയ ടേമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നേക്കാൾ നല്ലത് എപ്പോഴും ചെറിയതായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. ദെൻ C1 കിട്ടി, C2 കിട്ടി. ദെൻ നമുക്ക് ഈ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു C1 എന്ന് പറയുന്നത് മൈനസ് എച്ച് ബൈ പി ആണ്. മൈനസ് എച്ച് ബൈ പി എൽ കോസ് ആൽഫ എക്സ് പ്ലസ് C2 എന്ന് പറയുന്നത് എച്ച് ബൈ പി ആൽഫ സൈൻ ആൽഫ എക്സ് പ്ലസ് എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എക്സ്. ഇങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കാം. നമുക്ക് ഏതാണ്? അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു എൽ വൈ ഈക്വൽ ടു 0. അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു എൽ വൈ ഈക്വൽ ടു 0. then വരുമ്പോൾ 0 ഈക്വൽ ടു മൈനസ് എച്ച് ബൈ പി എൽ ഇൻറ്റു കോസ് ആൽഫ എൽ പ്ലസ് എച്ച് ബൈ പി ആൽഫ ഇൻറ്റു സൈൻ ആൽഫ എൽ പ്ലസ് എച്ച് ബൈ പി ഇൻറ്റു എൽ മൈനസ് എൽ. ഈ ടേം 0 ആയിപ്പോയി. നമുക്ക് ഈ രണ്ട് ടേം മാത്രമുള്ളൂ. ഇതിന് എന്ത് ചെയ്യാം, ഇത് മാത്രം എടുക്കുമ്പോൾ നമുക്ക് വരുമ്പോൾ ഈസി ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടും. സോ എച്ച് ബൈ പി എൽ കോസ് ആൽഫ പ്ലസ് ഈക്വൽ ടു എച്ച് ബൈ പി ആൽഫ സൈൻ ആൽഫ എൽ. ഇത് ടേം 0 ആയിപ്പോഴും നമുക്കിങ്ങനെ കിട്ടും. ദെൻ സൈൻ ആൽഫ എല്ലിനും ആൽഫ എല്ലിന് എന്ത് ചെയ്യാം, സൈൻ ആൽഫ എൽ ബൈ കോസ് ആൽഫ എൽ. നമ്മൾ ഇതിൽ എച്ച് കട്ട് ചെയ്ത് പോവും, പി കട്ട് ചെയ്ത് പോവും. ദെൻ ആകെ ഇവിടെ വരുന്നത് ആൽഫയും എൽ. ആൽഫ ഇങ്ങോട്ട് എടുത്തു, ദെൻ എല്ലാം അവിടെ തന്നെ എടുത്തു. ദെൻ ആൽഫ എൽ ഈക്വൽ ടു സൈൻ ആൽഫ എൽ ബൈ കോസ് ആൽഫ എൽ എന്ന് കിട്ടും. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ എൽ ആണ് വരുന്നത്. ദെൻ ടാൻ ആൽഫ എൽ ഈക്വൽ ടു ആൽഫ എൽ എന്ന് വരുന്ന കണ്ടീഷൻസിൽ, ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ അതിൻ്റെ വാല്യൂ, അതായത് ആൽഫ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.5 റേഡിയൻസ് ആയിരിക്കും. ആൽഫ എൽ ഈക്വൽ ടു 4.5 റേഡിയൻസ് ആണ്. ദെൻ ഈ 4.5 റേഡിയൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൽഫയ്ക്ക് പകരം എന്താണ്, റൂട്ട് പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഈക്വൽ ടു 4.5. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് വരുമ്പോൾ പി ബൈ ഇ ഐ ഇൻറ്റു എൽ സ്ക്വയർ ഈക്വൽ ടു 4.5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20.25 ആണ്. ഈ 20.25 ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2π സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 2π സ്ക്വയർ ആണ്. നമ്മൾ കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇറ്റ്സ് ഈക്വൽ ടു 2π സ്ക്വയർ. ദെൻ വി ക്യാൻ റീഅറേഞ്ച് പി ബൈ ഇ ഐ ഇൻറ്റു എൽ സ്ക്വയർ ഈക്വൽ ടു 2π സ്ക്വയർ. ദെൻ പി ഈക്വൽ ടു എന്ത് വരും, 2π സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ.
ഇതാണ് നമ്മളുടെ ലാസ്റ്റ് എൻഡ് കണ്ടീഷൻ. നെക്സ്റ്റ് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് സ്ലെൻഡർനെസ് റേഷ്യോനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു എ കെ സ്ക്വയർ. എ കെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ, കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ എ എന്ന് പറയുന്നത് ഏരിയ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് കെ ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ദെൻ വി നോ ദാറ്റ് പി ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഇത് കണ്ടീഷൻസിലൊക്കെ പൈ സ്ക്വയർ EI ബൈ സ്മോൾ ലെറ്റർ എൽ സ്ക്വയർ ആണ് നമ്മൾ ചെയ്തിരുന്നത്. ദെൻ ഇതിനെ നമുക്ക് ജനറൽ ഇക്വേഷനിലായിട്ട് എഴുതുമ്പോൾ നമുക്ക് പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ എൽ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ലെങ്ത്. എൽ ഈസ് ദി എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. ജനറൽ യൂളേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ EI ബൈ ക്യാപിറ്റൽ എൽ സ്ക്വയർ ആണ്. ദെൻ ഓരോ കേസിൽ നമ്മളെ ഫസ്റ്റ് കണ്ടീഷനിൽ ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എൽ എഫക്റ്റീവ് ലെങ്ത് ഈക്വൽ ടു എൽ തന്നെയായിരിക്കും, സ്മോൾ ലെറ്റർ എൽ തന്നെയായിരിക്കും. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അങ്ങനെ വരുന്ന സമയത്ത് എൽ ഈക്വൽ ടു 2L ആയിരിക്കും. ദെൻ തേർഡ് കണ്ടീഷനിൽ വരുന്നത് എന്താണ്, എൽ ഈക്വൽ ടു എന്തായിരിക്കും, പൈ സ്ക്വയർ EI ബൈ 4 പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ എന്നാണ്. ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ് വരുമ്പോൾ 4 പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ എന്നാണ്. സോ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. L/2 നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. L/2 കൊടുത്തു കഴിഞ്ഞാൽ L സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് L സ്ക്വയർ ബൈ 4 എന്ന് വരും. 4 മുകളിലേക്ക് വരുമ്പോൾ 4 പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ തന്നെയായിരിക്കും വരും. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. ആൻഡ് ഫോർത്ത് കണ്ടീഷനിൽ വരുന്നത് ബോത്ത് എൻഡ്സ് ആർ വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആണ്. അവിടെ നമുക്ക് വരുന്നത് L/√2. L ഈക്വൽ ടു L/√2 ആണ്. അവിടെ 2 പൈ സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ, 2 പൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ L സ്ക്വയർ ബൈ 2 എന്ന് വരും. ദെൻ 2 മുകളിലേക്ക് വരുമ്പോൾ 2 പൈ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കേസിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് ലെങ്ത്തുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ കേസിൽ നമുക്ക് I ഈക്വൽ ടു എ കെ സ്ക്വയർ നമുക്കറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. ദിസ് ഇസ് ക്രിപ്ലിംഗ് ലോഡ് പൈ സ്ക്വയർ E ഇൻറ്റു എ കെ സ്ക്വയർ ബൈ എൽ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ E എ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ബൈ കെ സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, L/K ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വേർ L/K ഈസ് നോൺ ആസ് സ്ലെൻഡർനെസ് റേഷ്യോ. L/K ഈസ് നോൺ ആസ് സ്ലെൻഡർനെസ് റേഷ്യോ. ആക്ച്വൽ ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഈസ് L/K ഈസ് ദി സ്ലെൻഡർനെസ് റേഷ്യോ. Slenderness ratio. L/K equal to slenderness ratio. Then നമുക്ക് ഇവിടെ നമ്മൾ ക്രിപ്ലിംഗ് ലോഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ക്രിപ്ലിംഗ് സ്ട്രെസ് സിഗ്മ സി ഈക്വൽ ടു എന്ത് വരും, ലോഡ് ബൈ ഏരിയ എന്നാണ് വരുന്നത്. ദെൻ ലോഡ് ഈക്വൽ ടു എന്താണ്, ലോഡ് ഈക്വൽ ടു പൈ സ്ക്വയർ EA ബൈ L/K ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ദെൻ എന്ത് വരും, P/A എന്നാണ്. ഇതിപ്പോൾ P മാത്രം എഴുതിക്കോ, ഡിവൈഡഡ് ബൈ എന്ന് വരുമ്പോൾ A ഇൻറ്റും കൂടി. ദെൻ A കട്ട് ചെയ്ത് പോകും. ദെൻ ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് പൈ സ്ക്വയർ E ബൈ L/K ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ടേംസിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുക. ദെൻ ലിമിറ്റേഷൻ ഓഫ് യൂളേഴ്സ് ഫോർമുല. ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് ഇഫ് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് സ്മോൾ, സ്ലെൻഡർനെസ് റേഷ്യോ L/K എന്ന് പറയുന്നത് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ദ ക്രിപ്ലിംഗ് സ്ട്രെസ് ഓർ ദ സ്ട്രെസ് അറ്റ് ഫെയിലിയർ വിൽ ബി ഹൈ. ക്രിപ്ലിംഗ് സ്ട്രെസ് ഹൈ ആയിരിക്കും. ബട്ട് ദ
but the column material, but for the column material, the crippling stress cannot be greater than the crushing stress. അതായത് ക്രഷിംഗ് സ്ട്രെസ്സിനെ കോളം മെറ്റീരിയലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ എന്താവാൻ പാടില്ല, ക്രിപ്ലിംഗ് സ്ട്രെസ് കൂടുതലാവാനായിട്ട് പാടില്ല. അതായത് ക്രിപ്ലിംഗ് എന്ന് പറയുന്നത് ബെൻഡിങ് മാത്രമാണ്, ക്രഷിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രേക്ക് ആവാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ക്രിപ്ലിംഗ് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫെയിലിയർ. അതായത് ഈ കേസിൽ അതായത് സ്ലെൻഡർനെസ് റേഷ്യോ ചെറിയ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, സ്ലെൻഡർനെസ് റേഷ്യോ ചെറിയ വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ വാല്യൂ ഹൈ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് ക്രിപ്ലിംഗ് സ്ട്രെസ് എന്തായിരിക്കും, ക്രഷിംഗ് സ്ട്രെസ്സിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് യൂളേഴ്സ് ഫോർമുല. ഇതാണ് ഇതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ യൂളേഴ്സ് ഫോർമുലയുടെ റേഷ്യോ. അപ്പോൾ വെൻ ദ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ സെർട്ടൈൻ ലിമിറ്റ്, യൂളേഴ്സ് ഫോർമുല ഗിവ്സ് എ വാല്യൂ of crippling stress greater than the crushing stress. In the limiting case we can ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കുറവുള്ള സമയങ്ങളിൽ നമുക്ക് യൂളേഴ്സ് ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്. നെക്സ്റ്റ് റാങ്കൈൻസ് ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്കൈൻ ഫോർമുല എന്ന് പറയുന്നത് 1/P = 1/Pc + 1/Pe. അതായത് റാങ്കൈൻസ് ലോഡ് P, ഇവിടെ വേർ P ഇസ് ദി ക്രിപ്ലിംഗ് ലോഡ് ബൈ റാങ്കൈൻസ് ഫോർമുല ആൻഡ് PC എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ്. ക്രഷിംഗ് ലോഡ് PC = സിഗ്മ C × A എന്നാണ്. സിഗ്മ C × A. ക്രഷിംഗ് ലോഡ് PC = സിഗ്മ C × A എന്നാണ്. അതായത് നമ്മൾ പറയാറില്ല സിഗ്മ ക്രഷിംഗ് സ്ട്രെസ് P/area. ഓക്കെ, ദെൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്രഷിംഗ് ലോഡ് = സിഗ്മ C × area ആണ്. ദെൻ 1/PE. PE എന്ന് പറയുന്നത് P ഈസ് ദി യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ്. എന്താണ് PE = π² EI/L². L². ഇതാണ് ക്രിപ്ലിംഗ് ലോഡ്. L എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. ദെൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/P = 1/Pc + 1/Pe. ദിസ് ഈസ് ദ റാങ്കൈൻസ് ഫോർമുല. 1/P + 1/Pc + 1/Pe. 1/P റാങ്കൈൻ ലോഡ് 1/P എന്ന് പറയുന്നത് റാങ്കൈൻ ലോഡാണ്. സോ 1/P = 1/Pc + 1/Pe. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, PE + PC / P × PC. ദെൻ P എന്ത് വരും, 1/P ആണ് പറഞ്ഞത്. ദെൻ P വരുമ്പോൾ PE × PC / PE + PC എന്ന് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, /PE ചെയ്യണം. /PE എല്ലാ ഈച്ച് ടേമിനെയും /PE ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ നമ്മൾ PC × PE × PC /PE എന്ന് പറയുമ്പോൾ P കട്ട് ചെയ്ത് പോയി, ദാറ്റ് ഈസ് PC / 1 ഇവിടെയും 1 ആവും, 1 + PC/PE എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്കറിയാം എന്താണ് PC = സിഗ്മ C ആണെന്നറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ C × A / 1 + സിഗ്മ C × A / π² EI / LE² അല്ലെങ്കിൽ L². π² EI / L². ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇക്വേഷനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ I = AK² നമുക്കറിയാം അല്ലേ. I = AK² നമുക്കറിയാം. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ P = റാങ്കൈൻ ലോഡ് P = സിഗ്മ C × A / 1 + സിഗ്മ C × A. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ L² മുകളിലേക്ക് വരും അല്ലേ. L² / π² EI. ദെൻ I = AK² ആണെന്ന് നമുക്കറിയാം. ദെൻ എന്ത് ചെയ്യാം, നമുക്കതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സിഗ്മ C × A / 1 + സിഗ്മ C × A × L² / π² EI
ഐ എന്ന് പറയുന്നത് എന്താണ്? എ കെ സ്ക്വയർ. എ കെ സ്ക്വയർ. നമുക്ക് എന്താ പറയുക, എൽ ബൈ കെ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണെന്ന് അറിയാം. അപ്പോൾ ഈ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ടേംസിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. നമുക്ക് ഇവിടുന്ന് എയും എയും കട്ട് ചെയ്ത് പോവും, എയും എയും കട്ട് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്നത് സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എന്ത് വരും, 1 പ്ലസ് സിഗ്മ സി ബൈ പൈ സ്ക്വയർ ഇ. സിഗ്മ സി എയും കട്ട് ചെയ്ത് പോയി, പൈ സ്ക്വയർ ഇ ഇവിടെ ഉണ്ട്, പൈ സ്ക്വയർ ഇ ഇവിടെ ഉണ്ട്. ദെൻ എന്തുണ്ട് അവിടെ, എൽ ബൈ കെ സ്ക്വയർ ഉണ്ട്. എൽ ബൈ കെ ഹോൾ സ്ക്വയർ നമുക്ക് കൊടുത്തു. എന്ന് പറയുന്നതാണ് എൽ ബൈ കെ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. ദെൻ ഇതാണ് നമ്മളുടെ റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത്. പി ഈക്വൽ ടു, ഇത് നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്. ബട്ട് നമുക്കിത് ഇത് ഇങ്ങനെ കിട്ടുന്നതാണ് നല്ലത്, ഇങ്ങനെ അറിയണമെങ്കിൽ ഇങ്ങനെ ഇതും നല്ലതാണ്. ബട്ട് നമുക്ക് ചില സമയങ്ങളിൽ ആൽഫ നമുക്ക് തരും. ആൽഫ എന്ന് പറയുന്നതാണ് നമുക്ക് പറയാം സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ അല്ല, എ ഇൻറ്റു എൽ ബൈ കെ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് റാങ്കൈൻസ് ഫോർമുല where A is equal to sigma c divided by pi square e. Sigma c divided by pi square e. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് തരും, നമുക്ക് ഈ ആൽഫ വാല്യൂ എ വാല്യൂ നമുക്ക് തരും, എ വാല്യൂ തരും. ദെൻ എന്നിട്ടാണ് നമുക്ക് ഒരുവിധം കേസുകളിൽ നമുക്ക് ഈ എ വാല്യൂ തരും, പിന്നെ ബാക്കിയുള്ള ടേംസ് ഒക്കെ നമുക്ക് തരും. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റാങ്കൈൻ ലോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ.